വെറും 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാനായിട്ട് പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ നോമ്പുതുറ ടൈമിലൊക്കെ നമുക്കിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ സ്നാക്ക് റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു സവാള കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട്, മീഡിയം സൈസ് സവാള, പിന്നെ കുറച്ച് ക്യാബേജ്, ഒരു ക്യാരറ്റ് കൊത്തിയരിഞ്ഞത്, പിന്നെ 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പിലയും കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ തയ്യാറാക്കുന്ന സ്നാക്കിന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാനായിട്ടാണ് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നിങ്ങൾക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, കായപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ഇല്ലാതെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പോളം കടലപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കടലപ്പൊടി കുറച്ച് മുന്നിട്ട് നിന്നാൽ നമ്മുടെ സ്നാക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് ലൂസാക്കിയിട്ട് കുഴച്ചെടുക്കണ്ട, ഒരുവിധം തിക്നെസ്സോട് കൂടിയിട്ട് കുഴച്ചെടുക്കണം. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഈ ബേക്കിംഗ് സോഡയുടെ അളവ് കൂടിപ്പോകരുത് കേട്ടോ. കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്കിനൊരു പൊള്ളൽ ചുവ പോലെ വരും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതിപ്പോൾ തന്നെ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തുകൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി വന്നോളും. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഓയിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കാം. ഒരെണ്ണം ഒഴിച്ചപ്പോൾ തന്നെ ഇത് പൊങ്ങി വരും. അപ്പോൾ അതിന് ശേഷം അടുത്തത് ഒഴിച്ചു കൊടുക്കും. ഈ ബാറ്റർ നമ്മൾ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ബേക്കിംഗ് സോഡ ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊങ്ങി വന്നോളും. ഞാനിപ്പോൾ ഇത് വറുത്തെടുക്കാനായിട്ട് ചെറിയൊരു പാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓയിലിൻ്റെ ക്വാണ്ടിറ്റിയും ചെറിയ രീതിയിൽ എടുത്താൽ മതി. വലിയ പാനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓയിൽ ഒരുപാട് ഒഴിച്ചു കൊടുക്കണം, കാരണം നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. നമ്മൾ തയ്യാറാക്കിയ മാവിൽ നിന്ന് ഏകദേശം 50 പക്കോടയോളം തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ല ക്വാണ്ടിറ്റിയും കിട്ടും ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു ചട്നി തയ്യാറാക്കിയിട്ടുണ്ട്. കുറച്ച് സവാള, മുളക് പൊടി, കുറച്ച് വിനാഗിരി, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിരിക്കുന്നതാണ്. ഈ ഒരു ചട്നിയിൽ മുക്കി കഴിച്ചാൽ നമ്മുടെ സ്നാക്ക് കുറച്ചും കൂടി ഒരു ടേസ്റ്റി ആവും. അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് യൂസ് ചെയ്താലും മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് ഇതിന്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്ക് നിങ്ങൾ എന്തായാലും നോമ്പ് തുറക്കൊന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. ഇതുപോലെയുള്ള ഈസി റെസിപ്പീസ് ഇനിയും നിങ്ങൾക്ക് കിട്ടുന്നതിനായിട്ട് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്